ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ പങ്കുചേർന്ന് അമേരിക്ക ഫോർദോ, നദാൻസ്, എസ്ഫാൻ ആണവ നിലയങ്ങളിലാണ് ആക്രമണം നടത്തിയത്. B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നാണ് വിവരം. ആണവ കേന്ദ്രങ്ങളിൽ ബോംബർ വിമാനങ്ങൾ ബോംബിട്ടെന്നും എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമമേഖലയിൽ നിന്ന് ആക്രമണം നടത്തി മടങ്ങിയെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി 10ാം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയത്. എത്ര വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് എന്നും നാശനഷ്ടങ്ങൾ എത്രത്തോളമെന്നും ഇതുവരെ വെളിവായിട്ടില്ല. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പരാമർശിച്ച 3ഇടങ്ങളിലും ആക്രമണം നടന്നതായി ഇറാൻ സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഫോർദോ ആണവ നിലയത്തിന്റെ ഒരു ഭാഗത്തിന് നാശനഷ്ടമുണ്ടായെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ബോംബ് പതിച്ചത് ഫോർദോ പ്ലാന്റിന്റെ കവാടത്തിലാണ് എന്നും റേഡിയേഷൻ ഇല്ലെന്നും ജീവനക്കാർ സുരക്ഷിതരെന്നും ഇറാൻ അറിയിച്ചു. സമ്പുഷ്ടീകരിച്ച യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാൻ വ്യക്തമാക്കി. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഫോർഡോ ആണവ കേന്ദ്രം അതീവ സുരക്ഷിതമായാണ് ഇറാൻ സൂക്ഷിച്ചിരുന്നത്. 60 മുതൽ 90 മീറ്റർ വരെ താഴ്ചയിലാണ് ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണശാലയുള്ളത്. ഏത് വ്യോമാക്രമണത്തെയും ചെറുക്കാനുള്ള ശക്തിയും ഫോർദോയ്ക്കുണ്ട്. റഷ്യൻ നിർമ്മിത S-300 ഫോർദോയ്ക്ക് സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. പരമ്പരാഗത ആയുധങ്ങൾ കൊണ്ടോ ഇസ്രായേലിന്റെ കൈവശമുള്ള നൂതന ആയുധങ്ങൾക്കോ പോലും ഫോർദോയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല. ഇതോടെയാണ് ഇസ്രായേൽ US സഹായം തേടിയത്. എന്നാൽ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ 2 ആഴ്ച സമയം US ചോദിച്ചിരുന്നുവെങ്കിലും കാത്തിരിക്കാൻ കഴിയില്ലെന്നും സ്വന്തം നിലയ്ക്ക് നീങ്ങുമെന്നും ഇസ്രായേൽ നിലപാടെടുത്തു. ഇതോടെയാണ് സമ്മർദ്ദത്തിന് വഴങ്ങി US ഇറാനെ ആക്രമിച്ചത്. ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കയ്ക്ക് മാത്രം കഴിയുന്നതാണ് ഇതെന്ന് ട്രംപ് അവകാശപ്പെട്ടു. യുഎസിന്റെ മാത്രം കൈവശമുള്ള B-2 സ്റ്റെൽത്ത് ബോംബറുകളാണ് ഫോർഡോയെ ആക്രമിക്കാൻ ഉപയോഗിച്ചത്. ഇതിൽ നിന്നും ബങ്കർ ബസ്റ്റർ ബോംബുകൾ US പ്രയോഗിച്ചു. അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ ദൗത്യം വിജയകരമെന്നും ബോംബിട്ടതിനു ശേഷം വിമാനങ്ങൾ മടങ്ങിയെത്തിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇനി സമാധാനത്തിന്റെ സമയമാണ് എന്നും ഇറാൻ തയ്യാറാകണമെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. പസഫിക്കിലെ ഗുവാമിൽ നിന്നായിരുന്നു US ഇറാനെ ആക്രമിച്ചത് എന്നാണ് വിവരം. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്ക ഫലം അനുഭവിക്കുമെന്ന് മുൻ വീഡിയോ ഷെയർ ചെയ്ത് ഖമേനി വ്യക്തമാക്കി. ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണം യുഎസിന്റെ കൂടി കുഴി തോണ്ടുന്നതായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഖമേനി പങ്കുവച്ചിരുന്നു. ആ വീഡിയോയാണ് ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെ അദ്ദേഹം റീഷെയർ ചെയ്തത്. ഇറാൻ നേരിടുന്ന ഏതൊരു ദോഷത്തെക്കാളും വളരെ വലുതായിരിക്കും അമേരിക്കയ്ക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളെന്നും ഖമേനിയുടെ വീഡിയോയിൽ പറയുന്നു. ഭൂമിയിലേക്ക് 60 മീറ്ററോളം തുളച്ചു കയറി ഉഗ്രസ്ഫോടനം നടത്താൻ കഴിയുന്ന ബോംബ് വഹിക്കുന്നതാണ് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ. നോർത്രോപ്പ് ഗ്രമ്മൻ കമ്പനിയാണ് B-2 യുദ്ധവിമാനം നിർമ്മിച്ചിട്ടുള്ളത്. 18,000 കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഹെവി ബോംബർ എന്ന യുദ്ധവിമാന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ വിമാനം. US വ്യോമസേന മാത്രമാണ് ഈ വിമാനം പറത്താറുള്ളത്. നാവികസേന ഇത് ഉപയോഗിക്കാറില്ല. ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ 18,500 കിലോമീറ്ററോളം ഈ വിമാനം പറക്കും. മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തെവിടെയും എത്താനും ഇതിന് സാധിക്കും. ഒരു പക്ഷിയെപ്പോലെ തോന്നുന്ന രൂപഘടനയുള്ള ഈ വിമാനത്തിന്റെ സ്റ്റെൽത്ത് ശേഷിയും കെങ്കേമമാണ്. വിമാനത്തെ കണ്ടെത്താൻ ശത്രു റഡാറുകൾക്ക് കഴിയില്ല. US എയർഫോഴ്സിന്റെ പക്കൽ മാത്രമാണ് ഈ വിമാനമുള്ളത്. ഇത്തരത്തിൽ 19 വിമാനങ്ങൾ ഉണ്ടെന്നാണ് വിവരം.